ഈ മെഡിറ്റേഷനൊക്കെ എങ്ങനെ വർക്കാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ബോഡി കാം ആവും തോറും, അല്ലെങ്കിൽ നിങ്ങളുടെ നെർവസ് സിസ്റ്റം കാം ആവും തോറും നിങ്ങളുടെ മൈൻഡിൻ്റെ വോയിസ് നിങ്ങൾക്ക് വേറിട്ടറിയാൻ തുടങ്ങും, അല്ലെങ്കിൽ ഭയങ്കര ലൗഡായിട്ട് കേൾക്കാൻ തുടങ്ങും. സോ വൺസ് മൈൻഡിൻ്റെ വോയിസ് നിങ്ങൾ കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ അതിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. കാരണം ഫോർ എക്സാമ്പിൾ, ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു എനിമീനെ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു എനിമീനെ വന്നിട്ട് നമ്മൾക്ക് ഒരിക്കലും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾക്ക് ഒരിക്കലും അടക്കാൻ പറ്റില്ല അല്ലേ? അതേപോലെ തന്നെയാണ് മൈൻഡ് നമ്മളിലുണ്ട്, പക്ഷെ നമ്മളത് അറിയുന്നില്ല. നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. കാരണം അതിനെ നമ്മൾ കാണുന്നില്ല. മെഡിറ്റേഷനിലിരിക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതായത് സ്റ്റാർട്ടിങ് ഓഫ് മെഡിറ്റേഷൻ അല്ല, നിങ്ങളൊരു 1 year 2 year, ചിലവർക്ക് ഒരുപാട് ടൈമൊക്കെ ആവും. പക്ഷേ നമ്മളുടെ ബോഡി കാം ആവും തോറും നമ്മൾക്ക് നമ്മളുടെ മൈൻഡിൻ്റെ വോയിസ് അധികമായി കേൾക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങും, നമ്മുടെ ട്രോമാസ് മനസ്സിലാക്കാൻ തുടങ്ങും, നമ്മളുടെ പാറ്റേൺസ് മനസ്സിലാക്കാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ അതിനെ കൺട്രോളിൽ കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ഒരു മെഡിറ്റേഷനിൽ ഇരിക്കുക എന്നതിന് 2 ഇൻറ്റൻഷൻ ഉണ്ട്. ചിലവർ ജസ്റ്റ് എനിക്ക് എൻ്റെ സ്ട്രെസ്സ് പോയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. ചിലവർ എനിക്ക് ദൈവത്തിനെ എൻ്റെ ഉള്ളിൽ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇൻറ്റൻഷൻ മാറ്റേഴ്സ്. നിറയെ പേര് എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, എങ്ങനെ ഹീലാവണം, ഞാൻ എന്ത് ചെയ്യണമെന്ന്. സോ വേറൊരാൾക്ക് ഒരിക്കലും നിങ്ങളെ ഹീൽ ചെയ്യാൻ പറ്റില്ല. വേറൊരാളെ കൊണ്ട് എങ്ങനെ ഹീൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ, അയാൾക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അയാൾക്ക് വന്നിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യേണ്ട മൈൻഡ് സെറ്റ് നിങ്ങളിലാണ് വേണ്ടത്. ഈ ഒരു ഹീലിംഗ് എനർജി നിങ്ങൾ റിസീവ് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ ഒരിക്കലും ഹീലിംഗ് വർക്കാവില്ല. സോ ബെറ്റർ നമ്മളുടെ ഓൺ ഹീലിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം.